നിലാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും തലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ എന്താ പ്ലാൻ ചേട്ടാ? ഇവിടെ വന്നേ. എന്തേട്ടാ? എന്തുട്ടത്? കറണ്ട് ബില്ല്. അതല്ലേ നിന്നെ കണ്ടല്ല ആർക്ക വളോണ്ട് അർത്ഥം കഷ്ണാക്കണം. എന്തുട്ടിനു? എത്രടി ബില്ല്? 1800 രൂപ. 1800 രൂപ ഇവിടുത്തെ കറണ്ട് ബില്ല്. അതിനിപ്പോ എന്താ? നിങ്ങളെന്താ കറണ്ട് വിഴുങ്ങ? എന്താടാ ഏട്ടത് നോക്കി കറണ്ട് ബില്ല് 1800 രൂപ. 1500. അതൊന്നും ചോദിച്ചിട്ട് ഇവർക്കൊരു പ്രശ്നമില്ല. ഈ വർത്തമാനം കേട്ടാത്തൊന്നുമില്ല. കറണ്ട് മൊത്തം ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോവാന്നു. അത് തന്നെ. ആ മീറ്ററിന് വല്ല തകരാറുണ്ടാവും. അയാളെവിടെ പോയാ? അയാൾ പോയി. ഒന്നല്ല പ്രശ്നം, അശ്രദ്ധ. എന്ത് ശ്രദ്ധയില്ലെന്നാടാ നീ പറയണത്? എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരാ പറഞ്ഞേ? എല്ലാ വീട്ടിലും 400, 500, 600 അത് വിട്ടു പോവില്ല. ഇവിടെ അതാ കഥ. 1800. മനുഷ്യ അധ്വാനിച്ചോണ്ടിരുന്ന കാശ് മുഴുവൻ കറണ്ടിന് കൊടുക്കാച്ചാ. നീയൊന്ന് കൂളവിടെ. നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? എടാ പ്രാഞ്ചി, നീ മാത്രമാണോ കറണ്ട് ബില്ല് അടയ്ക്കണത്? കുരുവേട്ടനും കൂടെ അടയ്ക്കണില്ലേ? എന്ന് വെച്ചിട്ട് എടുത്ത് നമ്മള് മക്കള് തിന്നേണ്ട കാശ് എടുത്തിട്ട് KCBക്ക് കൊടുക്കാൻ പറ്റുമോ? നീ പറയണൊക്കെ ശരി തന്നെയാണ്. അതിനിപ്പോ നമ്മളെന്താ ചെയ്യണ്ട അത് പറ. അതെ, രാത്രി മുഴുവൻ ഏട്ടന്റെ റൂമിൽ ലൈറ്റ് ഇട്ട് വെക്കണെന്തിനാ? ഉള്ള കുട്ടികളൊന്നുമില്ല അവിടെ. അപ്പൊ നല്ല മഴക്കാലത്ത് നീ എന്തിനാണ് ഫാൻ ഇട്ട് കിടന്നുറങ്ങണ? ഏയ് ഫാനിടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഘട്ടം കാണാതെ കണ്ടാലും കിടന്നുറങ്ങാൻ പറ്റൂല. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഫുൾ സ്പീഡിൽ ഫാൻ അങ്ങോട്ട് ഇടും, എന്നിട്ട് മൂടി പതിച്ചങ്ങോട്ട് കിടക്കും കൊതുവലി ഇട്ടിട്ട്. ആ കാറ്റ് എന്തുട്ട് ചെയ്യാനാ? ഇന്ന് മുതൽ ഇവള് ഫാൻ ഇടില്ല. എനിക്ക് ഫാൻ വേണം. എടുത്തോ, ലൈറ്റ് ഇടുവോ? ഞാനിടും. ഇല്ല, ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കും. അപ്പൊ എനിക്ക് കിടന്നുറങ്ങണ്ടേ? നീ പകല് മുഴുവനുള്ള പണി അങ്ങോട്ട് എടുത്തോക്ക്, എന്നിട്ട് കടന്ന നല്ല വെളിച്ചത്തിൽ ഉറങ്ങാം. ഏറ്റവും സൈരിക്കോ കറണ്ട് ബില്ല് നല്ലോണം കുറയ്ക്കട്ടെ നമുക്ക്. എങ്ങനെ? എന്നും സ്ഥിരം ഇടണമെന്ന് നിർബന്ധണ്ട. അത് പറയണോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കറണ്ട് ലാഭിക്കണമെങ്കിൽ ലാഭിച്ചോ. ചേട്ടനും ചേച്ചിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രം നോക്കിട്ട് എന്തുട്ടാ കാര്യം? ബില്ല് വരുമ്പോ രണ്ടാളും ഒരുമിച്ച് അടക്കണ്ടേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ മീറ്റർ അങ്ങോട്ട് രണ്ടാക്കാം. അപ്പൊ പ്രശ്നം തീർന്നില്ല. മീറ്റർ രണ്ടാക്ക്. എന്താണ്? അത് നല്ല കാര്യല്ലേ? മനസ്സമാധാനത്തോടെ കറണ്ട് ഉപയോഗിക്കുന്നവർക്കെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പൊ മീറ്റർ രണ്ടാക്കിട്ട് നിങ്ങൾ സമാധാനിക്കണ്ട. അതെ, ഇവിടെ എന്തുട്ട് ചെയ്യേണ്ടത് ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. നമുക്കേ ആ വർദ്ധനൊന്ന് വിളിക്കാം. അവനാവുമ്പോ ഇതിന് പറ്റിയ നല്ലൊരു കുബുദ്ധി കണ്ടെത്തിക്കോളൂ. അത് നീ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ കേരളത്തിൽ അവന്റെ അത്ര കുബുദ്ധിയുള്ള ഒരാള് വേറില്ല. ഏട്ടാ കാര്യമായിട്ട് പറഞ്ഞല്ലേ? അതെ, അവനെ വിളിക്ക്. ഞാൻ സമ്മതിക്കുന്നു വിചാരിക്കണ്ട കേട്ടാ. ഹലോ, വർദ്ധല്ലേ? അയ്യോ, വർദ്ധന ഷോക്ക് അടിച്ചു. എന്താ? സൂസൈഡ് ആയി. വർദ്ധന ഷോക്ക് അടിച്ചെന്ന് വേഗം വാ. ഷോക്ക് അടിച്ചെന്നോ? അയ്യോ അയ്യോ തല്ലല്ലേ. അയ്യോ അയ്യോ തല്ലല്ലേ പറ. എന്താ ഷോക്ക് അടിച്ചു. അയ്യോ എന്നാ മാറിക്ക്, ഒരു ശുദ്ധമായി വിട്ടേ. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉണക്ക വടി കൊണ്ട് തല്ലണോന്നല്ലേ? എടി പോത്ത, അത് കറണ്ടിന് മുകളിൽ വേർപ്പെടുത്താനാ, അല്ലാണ്ട് വീണ് കിടക്കുന്ന ആളെ തല്ലിക്കൊല്ല. അമ്മേ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷെ ഈ കസേരയുടെ കാല് തെറ്റി വീണ എന്നെ ഇങ്ങനെ തല്ലി ചതയ്ക്കാ എന്ത് ന്യായയിലുള്ള? എന്താണ്ടായേ? പ്രഥമ ശുശ്രൂഷ എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്തിനുള്ള? ജീവരക്ഷിക്കാനുള്ള. എന്നാ ലോകത്ത് ആദ്യമായിട്ട് പ്രഥമ ശുശ്രൂഷ കിട്ടി ചത്തുപോയ മനുഷ്യൻ ഞാനായേനെ. ക്ഷമിക്കണം വർദ്ധു, ഞാൻ അറിയാതെ. എന്റെ ഭാര്യ പോലെ എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നിനക്ക് 2 തല്ലിന്റെ ഓർമ്മ ഉണ്ടായിരുന്നു, അതിപ്പോ ഇവിടുന്ന് ആയിന്നല്ലോ. പ്രാഞ്ചേട്ടാ,
മീറ്റർ രണ്ടെണ്ണാക്കിയാലും നിങ്ങളുടെ കാര്യം സോൾവ് ആവില്ല. എന്തുട്ടാ ആ നിങ്ങൾ കിടന്നുറങ്ങണ റൂമിലെ ഫാനും ലൈറ്റും അല്ലേ സെപ്പറേറ്റ് ഉപയോഗിക്കണോ? ബാക്കിയുള്ളതൊക്കെ കോമൺ അല്ലേ? ഒന്നുകിൽ നിങ്ങൾ 2 കുടുംബമായിട്ട് വെവ്വേറെ താമസിക്കുക, അതല്ലെങ്കിൽ വേറെ വല്ല വഴി നോക്കുക. വേറെ വല്ല ആലോചിച്ചാ മതി, കുടുംബം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അല്ല വേറെ വഴി എന്ന് പറഞ്ഞാ എന്താ പറയേ? ഒരു വഴിണ്ട്, ലൈൻമാൻ ഒന്ന് വളയ്ക്കേണ്ടി വരും. സംഗതി സീക്രട്ടാ. പോസ്റ്റിന്ന് കറണ്ട് നേരെ വീട്ടിലേക്ക് വരും. മീറ്റർ ടച്ച് ചെയ്യില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ മീറ്റർ നോക്കാൻ വന്നാലോ? അതെനിക്കറിയില്ല. നിന്റെ ഈ കുബുദ്ധിയല്ല വേണ്ടത്, നേരായ മാർഗം എന്താ വെച്ചാ അത് പറ. എന്നാ ഒറ്റ വഴിയുള്ളൂ. നമ്മള് പഴയ കാലത്തേക്ക് അങ്ങോട്ട് തിരിച്ചടക്കും. പണ്ടൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെ ജീവിച്ചിരുന്നത് അതുപോലെ. അതൊരു നല്ല കാര്യ. തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളോ, പക്ഷെ കാര്യം നടന്നിട്ടാണല്ലോ. നമ്മുടെ ആയുസ് 10-20 കൊല്ലം അങ്ങോട്ട് കൂടിയാ. എങ്ങനെയാന്നാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഈ മോട്ടർ അടിച്ചിട്ട് വെള്ളം എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം അങ്ങോട്ട് നിർത്തുക. പാലും കയറിട്ടിട്ട് വെള്ളം കോരുക. മിക്സി വേണ്ട, അരക്ക, അലക്ക. നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വേണ്ട. അരക്കെട്ട് ഹൃദയം നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും പ്രത്യേക ഉഷാർ നൽകുന്നു. അതെ, കുടവയറിൽ നിന്നും മോചനം ലഭിക്കുന്നു. നിങ്ങൾ ശുദ്ധവും പ്രകൃതിദത്തവുമായ വായു ശ്വസിക്കുക. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. വേഗമാകട്ടെ, വേഗമാകട്ടെ. 2 മാസം ഇതൊന്നും ഇവിടെ പരീക്ഷിച്ച് നോക്കിയാണ്ടല്ലോ, ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇവിടെ ഭംഗിയായിട്ടാ നടക്കും. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. നടക്കില്ലടാ. ഞങ്ങള് തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാ ഞാനും മോനും നീയും. എന്നെ കൊടുത്ത് പറ്റില്ല. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാ. നമ്മളാ നടക്കൂലട്ടാ. എടി അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ? ഞങ്ങള് തയ്യാറാ. ഞങ്ങളല്ല ചേട്ടാ, നമ്മള്. അതാണ് ഒരു പരീക്ഷണം ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. കുന്നംകുളത്തങ്ങാടി, കുന്നംകുളത്തങ്ങാടി. നിന്നോട് ആരാണ് അമ്മയുടെ കാലിലോട്ടിടാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വാ. കാര്യമുള്ള കാര്യമാണോ? പ്രാഞ്ചി ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കണുണ്ട് ഞാൻ. വാ ഇങ്ങോട്ട്. എന്റെ പൊന്നേ. ഓ, ചൂടെടുത്തിട്ട് പാടില്ലോ. വയ്യ. നീ എന്താണ് ചെയ്യണ? എന്ത് ചെയ്യണോ? ആ വർദ്ധന കൈ കിട്ടിയോണ്ടല്ലോ വലിച്ചു ഞാൻ അടുപ്പത്ത് വെച്ചേനെ. ഒരു പണി തരത്തിലാണ് വർദ്ധന പറഞ്ഞ. നിന്റെ പ്രാഞ്ചിനെ പറഞ്ഞാ മതി. അവന്റെ വാക്ക് കേട്ട് തുള്ളാൻ നടക്കണ ജന്തു. അപ്പൊ പിന്നെ കുരുവേട്ടനോ? നീ അതിന് കുരുവേട്ടനെ കുറ്റം പറയണ എന്തിനാണ്? ആ പ്രാഞ്ചിനെ വാക്ക് കേട്ട് അപ്പൊ അവൻ മനുഷ്യനെ ഓരോന്ന് ചെയ്ത് കൂട്ടണാണ്. 2 കൂടി ചെയ്ത് വെച്ചിട്ട് അനുഭവിക്കുന്ന മൊത്തം നമ്മളല്ലേ. എന്നിട്ട് കടയിൽ പോയിരിക്കണേണ് പറയണേ. ഇത് നമുക്കൊരു കാര്യം ചെയ്താലോ? നീ നിന്റെ വീട്ടിലോട്ട് പോ, ഞാൻ കൊച്ചിക്കും പോയാലോ? അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യോ? അതാണ്, പിള്ളേരും ആയിപ്പോയി. ഞാനുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിൽ പോയി നിന്നേനെ. എന്തു പറ്റി? കൊതുക്. നീ ഇതിവിടെ ഒന്ന് മാന്തിക്കണ്ടേ? ഇവിടെ അവിടെ ഇവിടെ മാന്തി. എവിടാന്ന് വെച്ചാ അങ്ങോട്ട് പറ. എന്തുകൊണ്ടാ അങ്ങനെ കണ്ടില്ല ഇവിടെ? എന്തേ ഇട്ടിരിക്കണേടാ?
എന്തുകൊണ്ടിങ്ങനെ ഞങ്ങളെ കറണ്ട് ഇല്ലാണ്ടിരിക്കണേ? റോട്ടിലൊക്കെ കറണ്ട് ഉണ്ടല്ലോടാ. ഇളയപ്പ കറണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങള് പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവാ. പഴയ കാലത്തേക്ക് തിരിച്ചു പോവേ? നിങ്ങൾക്ക് എന്താ പ്രാന്തണ്ടേ? ആ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയടാ. അതല്ലപ്പാ, കറണ്ട് ഇല്ലാത്ത നമ്മുടെ പഴയ കാലല്ലേ, അവിടേക്ക് ഒരു തിരിച്ചു പോകും. അതെ. എന്നിട്ട് വേണം ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ നിരങ്ങാൻ. ആ പണ്ടത്തെ മാതിരി ഗാന്ധി നെഹ്റു ഒന്നും കൂടി ഇല്ലേട്ടാ. എന്തുകൊണ്ട് അവിടെ അടുപ്പത്ത് കുത്തിരിക്കഞ്ഞും കപ്പുപ്പേരി. എന്നിട്ട് വേണം കണ്ണി കണ്ട സൂക്കേട് വരുത്താൻ. അതിൽ വേറെ കാര്യണ്ട്. ആ കപ്പ മേടിച്ചിട്ട് അതിൽ ഇത്തിരി ബോട്ടിട്ടുണ്ടല്ലോ, ആ കറി കിണ്ണനാ. എളയപ്പാ ഇപ്പൊ എന്താ മിണ്ടാണ്ടിരിക്കണെന്നറിയോ? 2-3 ദിവസമായിട്ട് TV ഇല്ല. ആ കൊച്ചപ്പനെ വിളിച്ച് 2 തട്ട് തട്ടിയാ ശരിയാവിടെ. അതിന് TV കേടായിട്ടൊന്നല്ല എളയപ്പാ, കറണ്ട് ഇല്ലാണ്ടയാ. അത് ശരി. അപ്പൊ സംഗതികളൊക്കെ അത്രത്തോളം ആയി. ഞാൻ പറഞ്ഞില്ലപ്പാ, എല്ലാ അർത്ഥത്തിലും പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, പണ്ടൊരു പിശുക്കൻ അന്തോണി ഉണ്ടായിരുന്നില്ല, അതുപോലെ തുണിയൊക്കെ ഊരി കിടന്നോ, അപ്പൊ ആരും കാണില്ല. ഓരോ വക കാര്യങ്ങൾ പറയണതേ. എന്റെ കോരേട്ട ഇരുട്ടത്തായില്ലേ? അല്ലടി, എന്തുണ്ട് അടുപ്പത്ത്? ഞാൻ നോക്കിട്ട് വരാം. കണ്ണ് കാണില്ലേ? കറണ്ട് ഇല്ലല്ലോ. എന്തിരണ്ട് കണ്ണ്? ചൂര് നോക്കി സ്പോട്ട് കണ്ടുപിടിക്കും ഞാൻ. ഏട്ടക്കടിയേ, സംഗതി 1-2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവുള്ളോ, അത് കഴിഞ്ഞ പിന്നെ വലിയ പ്രശ്നമില്ല. എന്തായിരുന്നു വിട്ടത്? ഇനിയിപ്പോ സംസാരിക്കാനും കറണ്ട് വേണ. ആളെ കാണാൻ പറ്റുന്നില്ല, പിന്നല്ലേ സംസാരിക്കുന്നത്. ഗോപിയേട്ടാ 2 സോഡ. ഞാനേ പ്രാഞ്ചേട്ടനെയും ഗുരുവേട്ടനെയും കാലം ചിരിച്ചതാ. അവര് കറണ്ട് ബില്ല് കൂടിന്ന് പറഞ്ഞിട്ടേ പഴയ കാലത്തൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നേ അതേപോലെ ജീവിക്കാൻ പോവത്രേ. പഴയ കാലത്തെ പോലെ ജീവിക്കേ? അതെങ്ങനെ? ഈ കറണ്ട് ഇല്ലാത്ത കാലത്തെ ആൾക്കാരെങ്ങനെ ജീവിച്ചിരുന്നേ അതുപോലെ. അത് നന്നായി. അപ്പൊ ഇനി ഡ്രസ്സിനൊക്കെ വില കൂടി? അതെ, നീ അത്രയ്ക്കും കടന്നു ചിന്തിക്കണ്ടാട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. അല്ലടാ, ഈ കറണ്ട് ബില്ല് കൂടാണ്ടിരിക്കാൻ വേണ്ടി മറ്റേ സാധനം വാങ്ങിച്ചൂടെ? മറ്റേ സാധനം അതെന്തുട്ടാ? സോളാറ്. അതാവുമ്പോ ഇത്തിരി പുതിയ കാലത്ത് നടക്കാലോ. അത്രയ്ക്കങ്ങ് പുതിയ കാലത്ത് പോവാനേ അവർക്ക് വലിയ താല്പര്യമില്ലാട്ടാ. കറണ്ട് ഇല്ലാണ്ട് അങ്ങനെ അവര് മിക്സി വർക്ക് ചെയ്യാം. അതവര് അമ്മിയിലിട്ട് അരയ്ക്കും, ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഫാനൊക്കെ? ഫാനിന് പകരേ പാള വിശറി ഇങ്ങനെ വിശു. അപ്പൊ TV കാണല്ലോ, ഇങ്ങനെ നോക്കും. അതെങ്ങനെയാണ് കറണ്ട് ഇല്ലാണ്ട് കാണുന്നത്? മോനെ, TV ഈ വർക്ക് ചെയ്യാത്ത TV അത് കാണാൻ കറണ്ട് വേണമെന്നില്ലാട്ടാ. കണ്ണുകൊണ്ടില്ലേ ഇങ്ങനെ നോക്കിയാൽ മതി, മനസ്സിലായോ? കറണ്ടിന്റെ പേരിൽ ഇനി 10 പൈസ ചെലവാക്കില്ലെന്നാണ് കുരുവേട്ടനും പ്രാഞ്ചേട്ടനും എന്തുട്ടോടെ കറണ്ടിനെ കുറിച്ചൊരു ചർച്ച. ഇത് ഗോപി സാറിട്ടാ. സാറിന്റെ വീട് എവിടെയാണ്? സാറ് KSEB വർക്ക് ചെയ്തിരുന്നേ ആയിരുന്നു. KSEB മികച്ച വർക്കർക്കുള്ള പുരസ്കാരം തരപ്പെടുത്തിയതാണല്ലേ. അല്ലാതെ അർഹതയ്ക്കൊക്കെ ഇപ്പൊ എവിടുന്നെങ്കിലും അംഗീകാരം കിട്ടുമോ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഇതങ്ങനെയല്ലേട്ടാ. വൈദ്യുതി വെറുതെ പാഴാക്കി കളയുന്നതിനെതിരെ ബോധവൽക്കരണം നടത്താറുണ്ട് ഞാൻ. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയത് ഈ അവാർഡേ. ഞാൻ കാരണം KSEBക്ക് എത്രമാത്രം ലാഭം ഉണ്ടായിരിക്കണമെന്നറിയാ. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ പ്രവർത്തനങ്ങള്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് റൂമിൽ കയറിയ അപ്പ ഫാൻ ഇടണം, ജനൽ തുറന്നാൽ കാറ്റ് കിട്ടും. പക്ഷെ അത് ചെയ്യില്ല. അകത്തെ റൂമിൽ വെറുതെ ലൈറ്റ് ഇടും. അപ്പൊ കണ്ണുണ്ട് പകല. അതുമാത്രല്ല, ഓരോ ഷർട്ട് ഇസ്തിരി ഇടാനും അപ്പ ഇസ്തിരി പെട്ടി ഓണാക്കും. എത്ര പറഞ്ഞാലും കേക്കില്ല. ഇവിടെ വന്നറ, ഇത് വാ. നീ പരുങ്ങണ്ടാ, ഞാൻ പെൻഷനായി. ഇവനറിയോ? ഇവനാണ് കറണ്ട് ശശി. ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ? അതൊക്കെ എന്തിനാ ഗോപി സാറേ? ഇവരറിയട്ടാ, കറണ്ടിന്റെ കാര്യം തന്നെ ഇവിടെ സംസാര വിഷയം. അല്ല, എന്താ പ്രശ്നം? ഇവൻ അയൽവാസി രമണിക്ക് ഒരു സഹായം ചെയ്തു. രമണിയുടെ വീട്ടിൽ വെച്ച കറണ്ട് ഇല്ല. 3 പോസ്റ്റ് ഇട്ടിട്ട് വേണം കറണ്ട് എത്താനായിട്ട്. എന്നിട്ട് വില കുറഞ്ഞൊരു വയർ വാങ്ങിയിട്ട് ആ പറമ്പിൽ കൂടെ ചപ്പും ചവലക്കിട്ടിട്ട് ഇവൻ രമണിയുടെ വീട്ടിലേക്ക് കറണ്ട് കൊടുത്തു. ഒരു ലൈറ്റും ചെറിയൊരു TVയും കണ്ടോട്ടെ കരുതിട്ടാ. എന്നിട്ടെന്താ സംഭവിച്ചേ? എന്നിട്ടെന്താ, ഇവന്റെ അമ്മ ജാനു പറമ്പ് വെട്ടി വീശുമ്പോ ഷോക്കടിച്ചു. അയ്യോ. പിന്നീട് ഒരു കാര്യം ഓർമ്മ നഷ്ടപ്പെടും. ജീവൻ തന്നെ നഷ്ടപ്പെട്ടു, പിന്നെ ഓർമ്മ. അല്ല, എന്നിട്ടെന്തേ? വൈദ്യുതി ദുരുപയോഗം ചെയ്തതിന് ഇവനെതിരെ കേസെടുത്തു. അതല്ല ഗോപി സാറേ, ശശിയുടെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന്? അമ്മേനെ അതിനും വലിയ ഷോക്ക് അടിപ്പിച്ചു, കരിഞ്ഞു പോയി പാവം.
അയ്യോ അതെങ്ങനെ? വൈദ്യുതി ശ്മശാനം ഉദ്ഘാടനം ചെയ്തത് ഇവന്റെ അമ്മേരെ ബോഡി കൊണ്ടല്ലേ? നിങ്ങൾക്കൊരു വിഷമില്ല? എനിക്കെന്തുണ്ട് വിഷമം? ആ കാരൻ്റെ അവറ്റല്ലേ പോയേ? ബെസ്റ്റ്. അല്ല എന്നിട്ട് കേസായ? അതിനെന്തൂട്ടറ കേസ്? മരിച്ചാ പിന്നെ ദയിപ്പിക്കണ്ടേ? അതല്ല സാറേ, കറണ്ട് ദുരുപയോഗം ചെയ്തതിന് ശശിക്കെതിരെ വല്ല കേസ് എടുത്തോന്നാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ ഞാൻ സമയത്ത് ഇടപെട്ടതുകൊണ്ട് പ്രശ്നമില്ലാണ്ട് പോയി. സമയത്തിന് നിന്റെ കയ്യിൽ നിന്ന് 16 റുപ്യ ചെലവായതേ. അത് പിന്നെ എത്ര ആൾക്ക് വീതിക്കണം? വൈദ്യുതി പാഴാക്കരുത് എന്നുള്ള പാഠം നീ പഠിച്ചില്ലടാ. വൈദ്യുതി മാത്രല്ല വെള്ളവും രണ്ടും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം സംരക്ഷിച്ചു വെക്കണം. ദേവന്ന് വെള്ളം വരുന്നേ? അത് ഈ ഗോപി സാറിന്റെ വീട്ടിലെ ടാങ്കേ നിറഞ്ഞൊഴുകി വരണതാ. എന്നും അവിടെ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറക്കും. എന്നു തന്നെ പണി ഇതാവണ ഇവിടെ വന്നിട്ട് ഇല മേടിച്ചിരുന്നു. എന്ത് മനുഷ്യനടാ. കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി. എന്റെ ആലീസ് ചേച്ചിയെ പഴയ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്നാലും എന്റെ സൂസേ, പണ്ടൊക്കെ വല്ല സൗകര്യം ഉണ്ടായാ? ഈ ആൾക്കാരുടെ ഒക്കെ പണിയെടുത്ത് നടുവൊടിഞ്ഞിട്ടുണ്ടാവും. പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന കൂലി എന്താ? വല്ല കാശോ അരിയോ മറ്റോ ആണോ? കാശ് കിട്ടിയിട്ട് എന്തിനാണ്? കട വല്ലതും ഉണ്ടായാ? ഈ പറമ്പിലുള്ള പണ്ടാരൊക്കെ വേണ്ടി വെച്ച് തിന്നാൻ. എടി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇവര് പറഞ്ഞ പോലെ ഈ അമ്മിക്കല്ലിലിട്ട് അരച്ചിട്ട് വെക്കണ കറിക്കൊക്കെ വല്ല ടേസ്റ്റും തോന്നണണ്ടാ? എന്ത് ടേസ്റ്റു? എനിക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ലേ. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ പ്രാഞ്ചി വെട്ടി വെട്ടി തിന്നണത്? ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ള പറയണ. പ്രാഞ്ചിയേട്ടൻ പറയുന്നത് അങ്ങനെ എന്തോ വലിയ ടേസ്റ്റ് ആണെന്ന്. വെറുതെ പറയണട്ടാ. എന്താ കാര്യം അറിയാമോ? അവനായിട്ട് തുടങ്ങി വെച്ച വിദ്യയാണല്ല. ഇനിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാവും, തോക്കാൻ പറ്റൂല. അതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ വല്ല വൃത്തികെട്ട വിദ്യയായിട്ടാണ് അവൻ വന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നിന്റെ കെട്ടിയാനാന്നുള്ളത് സമ്മതിച്ചതാണോ ചേച്ചി? നമുക്കൊരു കാര്യം ചെയ്യാം സൂസേ. എന്ത് കാര്യം? ഇപ്പൊ എന്തായാലും അവരുടെ ഇല്ലല്ലോ, നമുക്ക് TV ഓൺ ചെയ്ത് കണ്ടാലോ? അയ്യോ എന്റെ പൊന്നു ചേച്ചിയെ, നമ്മുടെ പൊട്ട ബുദ്ധിയൊന്നും അല്ല അവർക്ക്. ഫ്യൂസ് ഊരിക്കൊണ്ടാ പോയിരിക്കുന്നു രണ്ടെണ്ണം കൂടി. വൃത്തികെട്ടന്മാര്. സൂസേ, പൊന്നുമോളൊരു കാര്യം ചെയ്യ്. ചേച്ചി അവിടെ തേങ്ങ ഇരണ്ടി വെച്ചിട്ടുണ്ട്, പോയി അരക്ക്. അയ്യ എന്റെ പൊന്നു ചേച്ചി, ഇതുവരെ ഇവിടെ തുണി കഴുകിയതാരാ? പിന്നെ ഞാൻ എന്താണ് വെറുതെ നിൽക്കണായിരുന്നു? ഇത് രണ്ട് കഴുകിയിട്ടാണ് കണ്ടില്ലേ? ഇത് നോക്കി, ഇത് മൊത്തം കഴുകിയിട്ടില്ലേ? പ്രാഞ്ചിട്ട് വന്ന് കൊല്ലു എന്നെ. പ്രാഞ്ചിട്ടല്ലേ കുരുവേട്ടൻ്റെ ഒന്നല്ല കഴുകു. ചേച്ചി ഞാൻ മീൻ വെട്ടി വെച്ചിട്ടുണ്ട്, ചെല്ലു പ്ലീസ്. എനിക്ക് പാടില്ല സൂസേ, കൈയും കാലം വേനെടുക്കണു. ചേട്ടാ, പ്രാഞ്ചേട്ടന്റെ വീട്ടിലത്തെ റീഡിങ് എടുത്താ? ഇപ്പൊ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മീറ്ററിന്റെ അടുത്തൊരു ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴി? അവര് എങ്ങനെയും ലോങ് ട്രിപ്പ് പോയിരിക്കാവൂലേ? അവിടെ ആരും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. ആകെ 400 റുപ്യ റീഡിങ് വന്നിട്ടുള്ളൂ. അപ്പൊ സംഗതി വിജയിച്ചോ? എന്ത്? ഒന്നുമില്ല, ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കിയതാ. എന്തൊട്ട് പരീക്ഷണായാലും പിടിച്ചു കഴിഞ്ഞാൽ അകത്താവുണ്ടാ? അങ്ങനെയൊന്നുമില്ല, കറണ്ട് ലാഭിക്കാനൊരു വിദ്യ. അല്ല അവരിവിടെ താമസല്ലേ? താമസണ്ട്. എന്നിട്ട് പിന്നെ എന്നാലും എനിക്കത് മനസ്സിലാവാത്ത 1800 രൂപ 400 രൂപയ്ക്ക് എത്താന്ന് പറഞ്ഞ ആവശ്യമില്ലാത്തൊന്നും പറയലുണ്ട് ഗോപേട്ടാ. അവര് കുറച്ച് ഉപയോഗിച്ച് കുറച്ച് ബില്ല് വന്നു, അത്രേ ഉള്ളൂ. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാനത് ഒന്നുകൂടെ ഒന്ന് നോക്കിട്ട് പോയിക്കൊണ്ട് വരാം. അയ്യോ മനസ്സിലായി മനസ്സിലായി. അല്ല ഇനി പ്രശ്നമാക്കരുത് കേട്ടാ. അത് അവരല്ലേ പോണ. ഏടത്തിലൊന്ന് പിടിക്കേ. പതുക്കാണ്ട് പൊക്കോ, അവിടെ പോയി കടക്ക് കുറച്ചേരം. ഈ 2 മാസത്തെ കറണ്ട് ബില്ല് വെറും 400 റുപ്യ ആണല്ലോ. 1500 1800 റീഡ് ചെയ്തിരുന്ന വീട്. നിങ്ങൾ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞു. 1800 1500 എല്ലാ മാസം ഉണ്ടായിക്കോളെന്ന് നിർബന്ധമുണ്ടാ? നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്റെ പൊന്ന് സാറേ, ഞങ്ങളൊരു കാര്യം ചെയ്തു. ഇവിടെ ഈ വയറിങ് ചെയ്ത വയറുകളൊക്കെ അല്ലേ, അത് ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ചു, അങ്ങനെ കുറഞ്ഞതാ. എന്റെ സാറേ, ഞങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്.
അപ്പൊ ഇയാള് പറഞ്ഞല്ലോ കറണ്ട് ലാഭിക്കാൻ നിങ്ങൾ എന്തോ കൃത്രിമം കാണിച്ചു എന്തുട്ടാ പറഞ്ഞേ? ഏയ് ഞാൻ കറന്റ് കുറയ്ക്കാനുള്ള ഒരു വിദ്യ പ്രയോഗിച്ചു എന്നല്ലേ പറഞ്ഞേ. എന്തായാലും ഇവിടെ പരീക്ഷണം വിജയിച്ചൂല്ലോ പ്രാഞ്ചേട്ടാ. എന്തൊരു സന്തോഷമില്ലാത്ത ബില്ല് 400 വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ബില്ലോടാ ഇത് നോക്ക്. എന്റെ ഭാര്യ തുണി അലക്കി തണ്ടല് വേനിച്ചതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടതിന്റെ ബില്ല്. ഇത് ഇവന്റെ ഭാര്യ മുളക് അരയ്ക്കുമ്പോ അമ്മിക്കോടെ കാലില് വീണിട്ട് എല്ല് പൊട്ടിയതിന്റെ ബില്ല്. അയ്യോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിന്നറിയണക്ക് നന്റെ ഇവന്റെയും ബുദ്ധി കാരണം. കറണ്ട് കുറയ്ക്കാൻ പെടുത്ത ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ബില്ല. 500 ലാഭിക്കാൻ വേണ്ടിട്ട് 5000 റുപ്യ. അവന്റെ ഒരു ബുദ്ധി. എന്റെ സാറേ, ഈ വരെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാണ്ടാണ് ഇവിടെ കറണ്ട് ബില്ല് കുറഞ്ഞത്, അല്ലാണ്ട് കൃത്രിമം കാട്ടിയിട്ടൊന്നല്ല. ഏതായാലും നല്ല ബില്ലായല്ലോ. ഇനി ഞാൻ പൊക്കോട്ടെ. അത് ശരി, ഇവൻ ബില്ല് കൂട്ടാൻ നടക്കണോനെ. നീ എന്തുട്ടാ അയാളുടെ അടുത്ത് പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ പ്രാഞ്ചേട്ടാ, അങ്ങേര് തോന്നിയത് പറയുന്നതാ. ഇപ്പൊ എന്തായാലും കിടാങ്ങളെ, ജീവിതം മറന്നുള്ള ലാഭം നോക്കലൊന്നും നല്ലതിനല്ലടാ. നീ എന്താ എന്നോട് പറഞ്ഞേ? ഞങ്ങൾ പഴയ കാലത്തേക്ക് തിരിച്ചു നടക്കണേളപ്പാ. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കണ കാര്യമല്ല. ആദ്യം മനസ്സുകൊണ്ട് തയ്യാറാവണം, പിന്നെ പതുക്കെ പതുക്കെ ഉൾക്കൊള്ളണം. ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബി അല്ല സൂസനും ആലീസും. അവർ സാധാരണ പെണ്ണുങ്ങളാ. അവറ്റേനും പരീക്ഷിച്ചത് മതിയുടെ. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? കയറി വാ. കേറി വാട മക്കളെ, ഇത് പാണേങ്കാടൻ തറവാടാ. ഇവിടുത്തെ വെളിച്ചം കെടുത്തിട്ട് ആരും അങ്ങനെ ലാഭീകരിക്കണ്ട. വാടാ, കേറി വാ, വാടി.